വിളക്കുകൾ തെളിയേണ്ടത് എപ്പോഴും മനസ്സുകളിലാണ്. സരസ്വതി വിളയാടേണ്ടത് നാവിലും. വാക്കുകൾ കൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളെ നോവിച്ചിട്ടേ ഉള്ളൂ. വാക്കുകൾ അഗ്നിച്ചിറകുള്ള പക്ഷിയാണ് അക്ഷര. വാക്കുകൾ കൊണ്ട് നമുക്ക് വേദനിക്കാം, മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാം. Really, I love you. I love you too. ഈ കാർത്തിക വിളക്കാണ് സത്യം. എന്താ അങ്ങനെ ഒടുവിൽ നമ്മൾ ജയിച്ചു തുടങ്ങുന്നു. നീ കാര്യം പറഞ്ഞ കുട്ടി. കാര്യം അങ്ങനെ പറയാൻ പറ്റത്തില്ല, പറഞ്ഞ അതിന്റെ ത്രില്ല് പോവും. പിന്നെ ശരത്തേട്ടൻ പറയും പോലെ എന്ത് പറഞ്ഞാലും അത് എത്തേണ്ടടുത്ത് എത്തിക്കാൻ കാതും കുറിപ്പിച്ചിരിക്കുന്ന ചിലരുണ്ടല്ലോ. എന്നാലും എന്നോടൊന്ന് സൂചിപ്പിച്ചൂടെ? സിന്ധിക ഇപ്പൊ വിളിച്ചത് നിരഞ്ജൻ ഡോക്ടർക്കെതിരെ ഒരു ഓപ്പൺ ഫൈറ്റിന് അവർ ഒരുങ്ങുവാ. എന്ന് വെച്ചാ ഒരേ സമയം ഇടത്തും വലത്തും നിന്നുള്ള ആക്രമണം. നമ്മളും പ്രീമിച്ചയും കൂട്ടരും. ആ ബ്ലാങ്ക് ചെക്കിന്റെ പേരിൽ തന്നെ ഒലഞ്ഞു പോവും ആ നിരഞ്ജൻ ഡോക്ടർ. വലിയ അഭിമാനിയല്ലേ, പിടിച്ചു നിൽക്കാൻ പോലും ആവില്ല. അത് കാലക്കി. പ്രേമിച്ച് സിന്ധികയൊക്കെ എന്താ ചെയ്യാൻ പോകുന്നു? പത്രസമ്മേളനം നടത്തൂ, അതോ നമ്മളെ പോലെ പന്തല് കിട്ടൂ? പന്തല് കെട്ടാനാണെങ്കിൽ ഒരേ വിഷയത്തില് 2 പന്തൽ എന്തിനാ? നമ്മള് കിട്ടുന്ന പന്തലിന് ഒരിച്ചിരി നീളം വീതം കൂട്ടിയാ പോലെ. പ്രേമിച്ച് സിന്ധികയും അവിടെ വന്നിരിക്കട്ടെ. അതിനേക്കാൾ നല്ലത് അവരവരുടെ വഴിക്ക് നീങ്ങുന്നതാ. ഒരേ വിഷയത്തില് ഒരേ സ്ട്രാറ്റജിയിലുള്ള ആക്രമണത്തെക്കാൾ നല്ലത് പല വഴിക്ക് നിന്ന് പല രീതിയിൽ ആക്രമിക്കുന്നതാ. നിത്യക്കുട്ടിക്കപ്പോ ബുദ്ധിയുദിച്ചു തുടങ്ങി. അത് പിന്നെ മുല്ല പൂമ്പിടി ഏറ്റുകിടക്കും കഴുതയ്ക്കുമുണ്ടാ സൗരഭ്യം. ഒന്ന് പോ ശരത്തേട്ടാ, കളിയാക്കാതെ. സിന്ധികയും ചേച്ചിയും പ്രശ്നമായി മുന്നോട്ടിറങ്ങുന്നതോടെ എന്റെ അച്ഛനും അമ്മയ്ക്കും ചെറുതായിട്ട് വെളിവ് വരും. അമ്മയ്ക്കിപ്പൊ തന്നെ എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. ഇനിയിപ്പൊ ഇത്രയൊക്കെ ആയിട്ടും അവർക്ക് ദേവികമോളെ വിശ്വാസമാണെങ്കിൽ ആ ഡോക്ടർ നിരഞ്ജൻ അവർ സംശയിച്ചു തുടങ്ങും. പ്രേമേച്ചി സിന്ധികയും ചേർന്ന് സിദ്ധാർത്ഥനും നിരഞ്ജനും ഇടയില് പരസ്പരം കാണാനാവാത്ത രീതിയിൽ ഒരു മതില് പണിയും. ദേവികയ്ക്കും നിരഞ്ജനും ഇടയില് ഒരു മതില് നമ്മളും പണിയും. അതോടെ സിദ്ധാർത്ഥന്റെ പെണ്ണ് ചോദിച്ചുള്ള വരവും നിൽക്കും. ഭർത്താവിന്റെ ഹൃദയ കച്ചവടത്തിന്റെ ഡീൽ ഉറപ്പിച്ചവരുമായിട്ടുള്ള ബന്ധം ദേവികയ്ക്ക് മുറിച്ചേ മതിയാവും. അതല്ലെങ്കിൽ അങ്ങനെ അഭിനയിക്കെങ്കിലും വേണ്ടിവരും. അതും കലക്കി. അങ്ങനെ തുറക്കട്ടെ യുദ്ധത്തിന്റെ ഇരട്ട മുഖങ്ങൾ. നാളെ രാവിലെ നിരഞ്ജന്റെ നെഞ്ചിനകത്ത് ഒരു ബോംബ് വീഴും. പ്രേമേച്ചോടും സിദ്ധികയോടും എന്റെ അന്വേഷണം കൂടി പറഞ്ഞേക്കാം. ഇല്ല നീന, ഇനിയിപ്പോ ഫാഷൻ ഷോയും ബഹളങ്ങളും ഒന്നുമില്ല. സ്വസ്ഥമായൊരു ജീവിതം, അത് മാത്രം ഇപ്പൊ മനസ്സില്. ഏയ് ഇല്ലില്ല, അങ്ങനെ ചമയങ്ങളെല്ലാം അഴിച്ചുവെച്ച് ഒതുങ്ങിക്കൂടിന്നല്ല പറഞ്ഞത്. ജീവിതത്തിന് കുറച്ചുകൂടി നിറം വന്നു. ആ ഒരു സന്തോഷത്തിലാ ഞാൻ. നീന, ആരോ വരുന്നുണ്ട്, ഞാൻ വിളിക്കാം. അല്ല, ആരൊക്കെയാ ഇത്? വരൂ. അക്ഷര മേഡത്തിന്റെ ഭർത്താവുണ്ടോ ഇവിടെ?
ഡോക്ടർ നിരഞ്ജൻ. പിന്നെ അച്ഛന് കാണുമല്ലോ അല്ലേ? ഉണ്ടല്ലോ. വരൂ, അകത്തോട്ടിരിക്കാം. ഞങ്ങൾ ഇരിക്കാനും സൽക്കാരം സ്വീകരിക്കാനും ഒന്നും വന്നതല്ല. എന്തിനെങ്ങനെ വഴക്കിട്ട് സംസാരിക്കുന്നേ? എന്തു പറ്റി? ഒരു കാര്യം ചോദിക്കണം. അതും ഡോക്ടർ നിരഞ്ജന്റെ മുഖത്ത് നോക്കി തന്നെ. അതിനാ വന്നത്. ആ വന്നല്ലോ. ഡോക്ടർ എന്തായാലും ആള് കൊള്ളാം കേട്ടോ. രോഗികളോട് സഹാനുഭൂതി, പാവപ്പെട്ടവർക്ക് സൗജന്യ ചികിത്സ, ചാരിറ്റി പ്രവർത്തനങ്ങൾ, മൊത്തത്തിൽ ഒരു പുണ്യവാൻ ഇമേജാ. എന്താ സിദ്ധുവിന്റെ ചേച്ചി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ഒന്നും മനസ്സിലാവുന്നില്ലെന്നോ? വെറുതെ പ്രേമയുടെ മുന്നിൽ പൊട്ടം കളിക്കാൻ നിൽക്കല്ലേ. ഞങ്ങളുടെ ചെറുക്കൻ ആരുടെ ഒരു ഹൃദയം വെച്ചു കൊടുത്തു എന്ന് പറഞ്ഞേ ഹൃദയം തന്നവര് പോലും അറിയാതെ ഡോക്ടർ ഒരു ബ്ലാങ്ക് ചെക്ക് മേടിച്ച് കീശയിൽ വെച്ചു. ബ്ലാങ്ക് ചെക്ക് വാങ്ങിച്ചെന്നോ? ആര്? നിങ്ങൾ അനാവശ്യം പറയരുത്. അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല നിരഞ്ജൻ. അക്ഷര ഹോസ്പിറ്റലിൽ നിന്ന് സിദ്ധാർത്ഥന് നൽകിയ ചികിത്സയുടെ ബില്ല് ഞങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങളത് കൃത്യമായി അടച്ചിട്ടുമുണ്ട്. അല്ലാതെ അതെ, ബില്ല് ഞങ്ങൾ കൃത്യമായിട്ടാണ് ആ പൈസ കുറയാതെ അടച്ചിട്ടുമുണ്ട്. പിന്നെ എന്തിനാ സിദ്ധുവിന്റെ കയ്യിൽ നിന്ന് ഒരു ബ്ലാങ്ക് ചെക്ക് മേടിച്ച് ഡോക്ടറിന്റെ മരുമം കയ്യിൽ വെച്ചിരിക്കുന്നതെന്ന് അങ്ങോട്ട് ചോദിക്കണം. എന്നിട്ട് മതി ന്യായീകരണം. എന്താ നിരഞ്ജൻ ഈ കേൾക്കുന്നതൊക്കെ? സിദ്ധാർത്ഥന്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു ചെക്ക് നിരഞ്ജൻ വാങ്ങിച്ചിട്ടുണ്ടോ? ഉവ്വ് സർ. സിദ്ധാർത്ഥൻ അങ്ങനെ ഒരു ചെക്ക് തന്നിരുന്നു. അത് എന്റെ കയ്യിലുണ്ട്. ആ ഇപ്പൊ മനസ്സിലായല്ലോ മരുമോന്റെ തനിനിറം. ഈശ്വര, എന്തൊക്കെയായി കേൾക്കുന്നേ? ഡാഡി, അങ്ങനെ ഒരു ചെക്കിന്റെ കാര്യം എനിക്കും അറിയായിരുന്നു. അത് സിദ്ധാർത്ഥൻ നിർബന്ധിച്ച് ഇദ്ദേഹത്തെ ഏൽപ്പിച്ചതാ. അതാരും മാറിയിട്ടില്ല, ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ മോളും മരുമോനും ഒത്തുള്ള കളിയാണല്ലേ? കൊള്ളാലോ. ഞങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വന്നതേ ഈ കാര്യം ഞങ്ങളും അറിഞ്ഞെന്നൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാ. പിന്നെ സൽഗുണ സമ്പന്നനായ മരുമോനെ ഇങ്ങനൊരു മുഖം കൂടി ഉണ്ടെന്നേ ഇവിടെ എല്ലാരും അറിഞ്ഞോട്ടെ എന്നും കൂടി വെച്ചു.